Redmi Note 11T 5G. ഹായ് ഫ്രണ്ട്സ്, നമ്മളെ റെഡ്മി ഈ അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്ത ഒരു സ്മാർട്ട് ഫോണാണ് റെഡ്മിന്റെ നോട്ട് 11T 5G. ഒരു അടിപൊളി ഫോൺ. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ്. എന്തൊക്കെയാണ് ഇതിന്റെ സ്പെസിഫിക്കേഷൻസ്, ഇതിന്റെ ഈ റേറ്റിന് നമുക്കിത് വാങ്ങാൻ പറ്റുമോ, ചെറിയ രീതിയിൽ ഇതിനെപ്പറ്റി ഒന്ന് നോക്കാം. ഇത് ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്താണ്, എന്നാലും ഇതിനുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇതിൽ ബോക്സിന്റെ കൂടെ എന്താ കിട്ടുന്നത്, നമുക്ക് ഫോൺ കിട്ടുന്നുണ്ട്, ചാർജർ കിട്ടുന്നുണ്ട്, USB കേബിൾ കിട്ടുന്നുണ്ട്. USB കേബിൾ ഉണ്ട്, ആ ചാർജറൊക്കെ അവിടെ ഞാൻ ചാർജ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ചാർജ് കുറവായിട്ട് ഞാൻ ചാർജ് ചെയ്തു. അതൊക്കെ ഇതിലുണ്ടാവും, നിങ്ങൾക്കും അറിയാം. പിന്നെ അതിങ്ങനെ ഓരോന്ന് എടുത്ത് കാണിച്ചുമ്പോൾ നേരം പോകണ്ടാവും. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിം ഇജക്ടർ ടൂൾ ഉണ്ട്, അതൊരു പിന്നാണ്, അത് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട കാര്യമില്ല. പിന്നെ കുറെ പേപ്പർ, യൂസർ മാനുവലും കുറച്ച് ഡോക്യുമെന്റും ഒക്കെ ആയിട്ട് കുറച്ച് പേപ്പറുകളുണ്ട്. അപ്പൊ ബോക്സ് അടക്കട്ടെ, നമുക്ക് ഫോണും എടുക്കാം. പിന്നെ ഫോണിന്റെ കൂടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ, അടിപൊളി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ബാക്ക് കേസ്. ഇത് സൂപ്പറാണ്, അതും അടക്കട്ടെ. അപ്പൊ ഇതാണ് നമ്മളെ റെഡ്മിന്റെ നോട്ട് 11T 5G എന്ന് പറയുന്ന ഫോൺ. നമുക്കിത് 3 കളർ വേരിയന്റിൽ അവൈലബിൾ ആണ്. നമുക്ക് കിട്ടിയ മാറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ്. പിന്നെ വേറെ 2 കളർ ഉണ്ട്. അതിപ്പോ നമുക്ക് കിട്ടാത്തതിന്റെ കളർ നമ്മൾ നോക്കണ്ടല്ലോ. നിങ്ങൾ വേറെ കളറാണ് വാങ്ങുന്നതുകൊണ്ട് അത് നിങ്ങൾ നോക്കിക്കോ, ഞാൻ അത് നോക്കുന്നു. ഇനിയിപ്പോ ഇതിന്റെ കീ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡിൽ ഒച്ച കൂട്ടാനും കുറയ്ക്കാനുള്ള അപ്പ് ബട്ടണും ഡൗൺ ബട്ടണും ഉണ്ട്. അതിന്റെ താഴെ തന്നെ പവർ ബട്ടൺ ഉണ്ട്. ഈ പവർ ബട്ടൺ തന്നെയാണ് നമ്മൾ ഫിംഗർ പ്രിന്റ് സെൻസറും വരുന്നത്. ഇപ്പൊ ചില ഫോണിന്റെ ആൾക്കാരൊക്കെ അതുമിലാക്കി കളയുന്നത്. എനിക്കിഷ്ടം ബാക്കിലാട്ടോ, ഒന്നിക്കൽ ബാക്കിൽ. പിന്നെ ഇൻ ഡിസ്പ്ലേയിലും കുഴപ്പമില്ല. ഇത് സൈഡിലാകുന്നേരം പവർ ബട്ടണും ഫിംഗർ പ്രിന്റും ഒന്നിച്ചാകുന്നേരം അതൊരു ഇറക്കേടായിട്ട് എനിക്ക് തോന്നിക്കും. നിങ്ങൾക്ക് അങ്ങനെ ഇറക്കേട് തോന്നിക്കാമല്ലോ, അതാണോ നല്ലതെന്ന് അഭിപ്രായം കമന്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ താഴെ ഭാഗത്ത് വന്നാൽ ഇവിടെ ഒരു സ്പീക്കർ ഉണ്ട്, ടൈപ്പ് സി ചാർജിങ് പോർട്ട് ഉണ്ട്, അതിന്റെ ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്, 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്. അതാണ് ഉണ്ട്, വേറെ ഒന്നുമില്ല. ഈ സൈഡിൽ ഇവിടെ സിം ട്രേ ഉണ്ട്. ഇതിന് ഒരു ഹൈബ്രിഡ് സിം ട്രേ ആണ് വരുന്നത്. അതായത് ഒരേ സമയത്ത് 2 നാനോ സിം, അല്ലെങ്കിൽ ഒരു സിം കാർഡ്, ഒരു SD കാർഡ്. 2 സിമ്മും ഒരു SD കാർഡ് ഒരേ സമയത്ത് ഉപയോഗിക്കാനായാല ഈ പറഞ്ഞ പോലെ ഒന്നിക്ക് 2 സിമ്മും, ഇല്ലെങ്കിൽ ഒരു SD കാർഡും ഒരു സിമ്മും. ഇതെല്ലാം കൂടി ഒന്നിച്ച് വാരി വലിച്ച് നമുക്ക് ആവശ്യമില്ലല്ലോ, കുറെ ചേക്കാം. പിന്നെ മേലെ ഭാഗത്ത് ഒരു സ്പീക്കർ ഉണ്ട്, ഒരു നോയിസ് ക്യാൻസലേഷൻ മൈക്കും ഉണ്ട്. പിന്നെ സ്പീക്കർ മേലെയും താഴെ ഉണ്ട് എന്നല്ലാണ്ട് താഴത്തെ സ്പീക്കർ ആട്ടോ ശരിക്കും വർക്ക് ചെയ്യുന്നുള്ളൂ. ശരിക്കും വർക്ക് ചെയ്യുന്നതല്ല, ശരിയായ സൗണ്ട് നമുക്ക് കിട്ടുന്നത് താഴത്തെ സ്പീക്കറാണ്. സ്റ്റീരിയോ സ്പീക്കറാണ് ഇതിന് കൊടുത്തത്. ഒരു ആവറേജ് ക്വാളിറ്റി ഉള്ള സ്റ്റീരിയോ, ഒരു ഗംഭീര സ്പീക്കർ, സ്റ്റീരിയോ സ്പീക്കർ എന്നൊന്ന് പറഞ്ഞൂടാ, ഒരു ആവറേജ് ക്വാളിറ്റി. നമുക്കിപ്പോ ഒരു 10 മാർക്ക് കൊടുക്കാണ്ട് ഒരു 8 മാർക്ക് വരെ കൊടുക്കാം. അതിന്റെ മേലോട്ട് കൊടുക്കാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, കേൾക്കാനൊക്കെ രസമാണ്. പിന്നെ ഇതിന്റെ പ്രോസസറിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു പവർഫുൾ പ്രോസസർ കൊടുത്തത് മീഡിയ ടെക്കിന്റെ ഡെമൻസിറ്റി 810 എന്ന് പറയുന്നത്. 810 എന്നാണ് ഇംഗ്ലീഷ് ഒന്നും പറയാനൊക്കെ കഴിയില്ല. എന്തിനാ ഇത് നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ പോലെ. കുഴപ്പമില്ലാത്തൊരു പ്രോസസറാണ്, അത്യാവശ്യം ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രോസസർ തന്നെയാണ് ഇതിന് കൊടുത്തത്. പിന്നെ ഇതിന്റെ ബാറ്ററിന്റെ സൈഡിലേക്ക് വന്നാൽ 5000 mAh ലിഥിയം പോളിമർ ബാറ്ററി ഇതിന്. അതിന് 33 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. കുഴപ്പമില്ല, ഒരുവിധം വേഗത്തിൽ തന്നെ ചാർജ് ആകും. പക്ഷെ നമ്മൾ ഒരു ബൈക്ക് പോകുന്ന നേരം ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റ് നേരം ചാർജിലിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് നമുക്കുള്ള ചാർജ് ഇതിൽ വേഗം കയറിക്കോളും. കുഴപ്പമില്ലാത്തൊരു ബാറ്ററിയാണ്, ചാർജിങ് ഫെസിലിറ്റിയാണ്. ഇനി ഇതിന്റെ ഡിസ്പ്ലേന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ 6.6 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അതിന് 90 Hz റിഫ്രഷ് റേറ്റും ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു റെസ്പോൺസ്, കുഴപ്പമില്ലാത്തൊരു യൂസർ എക്സ്പീരിയൻസ് ഈ ഡിസ്പ്ലേയും നമ്മളെ പ്രോസസറും ഇതിന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സ്റ്റോറേജ് വരുന്നത് 6GB 128GB ആണ് നമ്മളെ കയ്യിലുള്ള ഇത്. ഇതിന്റെ 8GB വേരിയന്റ് ഒക്കെ വരുന്നുണ്ട്. ആദ്യം നമ്മൾ നോക്കുന്നത് നമ്മളെ കയ്യിൽ നോക്കിയാൽ പോരെ, ഇതിനെ പറ്റിയല്ല പറയുന്നത്. അപ്പോ ഇത് 6GB 128GB വേരിയന്റ് ആണ്. വേറൊരു ഗുണമുള്ള എന്താ വെച്ചാൽ ഇതിൽ റാം ബൂസ്റ്റർ ഉണ്ട്. റാം ബൂസ്റ്റർ എന്ന് പറഞ്ഞാൽ 6GB റാം നമുക്ക് തികയാണ്ട് വന്നാൽ 3GB വരെ നമുക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ വെറുതെ ഒരു ഇതിന് കൊടുക്കുന്നല്ലാണ്ട് നമുക്കാർക്കും അതിന്റെ ആവശ്യം വരികയില്ല. 6GB റാം തന്നെ നമുക്ക് അധികമാണ് നമ്മളെ ഫോണിന്റെ പെർഫോമൻസിന്, നമ്മളെ ഉപയോഗത്തിന്റെ പെർഫോമൻസിന്. അങ്ങനെ പറയുന്നത് എന്താ അറിയാം, നമ്മളിപ്പോ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടല്ലേ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് അത്രയൊക്കെ വേണ്ടു. ഒരു ഹൈ പെർഫോമൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അവർ മാറ്റിക്കോട്ടെ, 3GB എക്സ്റ്റെൻഡ് ചെയ്തോട്ടെ, നമുക്കിപ്പോ ഇത് മതി. പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ട് പറയാനുള്ള ക്യാമറയാണ്. ഈ ബാക്കിൽ സെറ്റപ്പ് ഒക്കെ കണ്ടാ വിചാരിക്കും ഭയങ്കര ക്യാമറ സെറ്റപ്പാണ്. പക്ഷെ ഇതിന് 2 ക്യാമറകളുണ്ട്. ഒരു 50 MB AI പ്രൈമറി ക്യാമറ, 8 MB ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ് ഇതിന് റയർ ക്യാമറ ആയിട്ട് കൊടുക്കുന്നത്. 50 MB പ്രൈമറി ക്യാമറ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഒരു കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് ക്വാളിറ്റി. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന സാംസങ്ങിന്റെ വേറൊരു ഫോണുണ്ട് ഇവിടെ. അതിന്റെ 48 MB ക്യാമറകളിൽ അതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന നേരം
ഇത് അതിനെക്കാട്ടിൽ ഒരുപാട് ക്വാളിറ്റി കുറവാണ്. നമുക്ക് കിട്ടുന്ന പിക്ചർ വീഡിയോ ഒക്കെ. ഫ്രണ്ട് ക്യാമറ കൊടുത്ത് 5 ഹോളായിട്ടാണ് 16 MB 16 MB ഒരു ഫ്രണ്ട് ക്യാമറ ആണ് കൊടുത്തത്. മോശമില്ലാത്തൊരു സെൽഫി ഒക്കെ നമുക്ക് എടുക്കാനാകുന്നുണ്ട്. സെൽഫി വീഡിയോ, സെൽഫി ഫോട്ടോ ഒക്കെ എടുക്കാനാകുന്നുണ്ട്. അതിപ്പോ ഔട്ട്ഡോറിലായാലും ഇൻഡോറിലായാലും സൺലൈറ്റിലായാലും ഒക്കെ കുഴപ്പമില്ലാത്തൊരു ഡീറ്റെയിൽ ക്വാളിറ്റി നമുക്ക് പിക്ചറിന് കിട്ടുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുന്നേരം കുഴപ്പമില്ലാത്തൊരു ഫെസിലിറ്റി ഒക്കെ, ഒരു ഫീച്ചറുകളൊക്കെ ഇതിലുണ്ട്. ക്യാമറക്കായാലും പ്രോസസറായാലും ഒക്കെ നമ്മൾ കൊടുക്കുന്ന പൈസ മുതലാകാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. ഇതിന് പ്രൈസ് വരുന്നത് ആമസോണിൽ ഇതിന്റെ പ്രൈസ് വരുന്നത് 16,999 രൂപയാണ്. ഇത്രയൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഫീച്ചറുകൾ. സംഭവം 16,999 രൂപയ്ക്ക് ഇത് മുതലാവുകയൊക്കെ ചെയ്യും. അതിനുള്ള പെർഫോമൻസ് ഒക്കെ ഇത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ആവശ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ആമസോൺ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, പോയി വാങ്ങാം. ഞാൻ പറയുന്നത് കേട്ട് മാത്രം വാങ്ങട്ടോ. വേറെ ആൾക്കാർ ഇതിനെപ്പറ്റി പല അഭിപ്രായവും പറഞ്ഞിട്ടുണ്ടാവും, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചറുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓലൊക്കെ എന്താ പറഞ്ഞതെന്നും കൂടി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടേ വാങ്ങുക. വീഡിയോന്റെ അഭിപ്രായം ഏതായാലും അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.